കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയെ കരകയറ്റി പുതിയ തരംഗം. ബൈദഡിപ്പ് എന്ന തരംഗമാണ് സ്വർണ്ണവിലയെ നിലവിൽ മുന്നോട്ട് നയിക്കുന്നത്. ബൈദഡിപ്പ് തരംഗമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇനിയും സ്വർണ്ണവില ഇടിയുമായിരുന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ രാവിലെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വർധനവുണ്ടായിരിക്കുകയാണ്. കണക്കുകൾ പ്രകാരം 22 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 13,910 രൂപയും പവന് 1,11,280 രൂപയുമായിരുന്നു രാവിലത്തെ വില. ഗ്രാമിന് 130 രൂപയും പവന് 1,040 രൂപയുമാണ് കുറഞ്ഞത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 1,600 രൂപ വർദ്ധിച്ച് 1,12,880 രൂപയിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയും ഉച്ചയ്ക്കുമായി 2 തവണ ഇടിഞ്ഞ ശേഷം സ്വർണ്ണവില വീണ്ടും കുതിച്ചു കയറിയിരുന്നു. വൈകിട്ട് 2 തവണയാണ് സ്വർണ്ണവില ഉയർന്നത്. വൈകിട്ട് 4 മണിയോടെ സ്വർണത്തിന് 2000 രൂപ ഉയർന്ന് 1,09,920 രൂപ എന്ന സ്ഥിതിയിലെത്തിയിരുന്നു. പിന്നാലെ രാത്രിയിലും വില വർദ്ധിച്ച് 1,12,320 രൂപയിലെത്തി. 10,000 രൂപയോളം ഇടിഞ്ഞ ശേഷമാണ് 4,000 രൂപയിലധികം വർദ്ധിച്ചത്. ആഗോളതലത്തിൽ ബൈദഡിപ്പ് തരംഗം ആഞ്ഞടിച്ചതോടെയാണ് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത്. സ്വർണത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതോടെയാണ് ബൈദഡിപ്പ് തരംഗമുണ്ടായത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ബൈദഡിപ്പ് തരംഗമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞേനെ. വെള്ളിയിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. രാവിലെ 20% കുറഞ്ഞ സിൽവർ ETF-കൾ 10% നേട്ടം കൈവരിച്ചു. അങ്ങനെ സ്വർണ്ണവില ഇടിയുന്നതിനെ താൽക്കാലികമായി പിടിച്ചു നിർത്താൻ ബൈദഡിപ്പ് എന്ന തരംഗത്തിന് കഴിഞ്ഞ ദിവസം സാധിച്ചു. എന്നാൽ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായതിനാൽ ഇന്നലത്തെ പോലെ ഇന്നും ബൈദഡിപ്പ് ട്രെൻഡ് തുടരാനുള്ള സാധ്യത കുറവാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ വെള്ളിയാഴ്ച ആണവ കരാറിൽ ചർച്ചയിലേക്ക് പോകുമെന്നത് ഓഹരി വിപണിക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര തർക്കത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ സമവായവും നിക്ഷേപകരെ ഓഹരികളിലേക്ക് തിരിച്ചയക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഇന്ന് ഓഹരി വിപണിയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.